ഹേ ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാർ പിക്സ്. അങ്ങനെ ലോഞ്ചിന് ഒരു 3-4 ദിവസം മുന്നേ നമ്മുടെ സിറ്റി ഫേസ് ലിഫ്റ്റ് കംപ്ലീറ്റ് ആയിട്ട് അങ്ങോട്ട് ലീക്ക് ആയിരിക്കുകയാണ്. ഇതിൽ കുറച്ച് കേരളത്തിലും അതുപോലെ ബാംഗ്ലൂരിൽ നിന്നൊക്കെയുള്ള ഇമേജസ് വന്നിട്ടുണ്ട്. ഇപ്രാവശ്യം ക്യാമഫ്ലാജ് ഒന്നും ഇല്ല, നമുക്കെല്ലാം വണ്ടി എങ്ങനെയാണ് ഡിസൈൻ ഉള്ളത് അതൊക്കെ കാണാൻ പറ്റിയിട്ടുണ്ട്. ഇന്റീരിയർ എക്സ്റ്റീരിയർ എല്ലാം ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ എക്സ്റ്റീരിയർ ഡിസൈൻ എടുക്കാനാണെങ്കിൽ നമുക്ക് ബ്ലാക്ക് വണ്ടിയും വൈറ്റ് വണ്ടിയും അവൈലബിൾ ആണ്. ഇതിനകത്തുള്ള എല്ലാ ഡീറ്റെയിൽസും ഉണ്ട്. സോ എക്സ്റ്റീരിയർ ഡിസൈൻ ഫ്രണ്ടിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇതിനകത്ത് ഹെഡ്ലൈറ്റ്സിൻ്റെ ഒരു പാറ്റേൺ കാണാം. വളരെ സ്ലിം ആൻഡ് സ്ലിക്ക് ആയിട്ടുള്ള ഹെഡ്ലൈറ്റ്സ് ആണ്. ആൻഡ് നടുവിലേക്ക് വരുമ്പോഴേക്കും ഇങ്ങനെ തിന്നായി വന്നുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ നമുക്ക് മൾട്ടിപ്പിൾ ലെയേഴ്സ് ഒക്കെ ഉണ്ടായിരുന്ന പോലത്തെ ഒരു LED ജുവൽ ക്രൗൺ പോലത്തെ ഒരു സെറ്റപ്പ് ആയിരുന്നു ഹെഡ്ലൈറ്റ്സിൽ ഉണ്ടായിരുന്നത്. ഇപ്പോൾ അതൊരു സിംഗിൾ പ്രൊജക്ടർ പോലത്തെ യൂണിറ്റിനകത്തോട്ട് അവർ എംബഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ അതിൻ്റെ താഴത്തായിട്ട് നമുക്കൊരു ഗ്രില്ല്, അതായത് മൊത്തം ബ്ലാക്കാണ് വരുന്നത്. ഈ ബ്ലാക്ക് വണ്ടിയിൽ അധികം അറിയുന്നില്ല, അതുകൊണ്ട് എനിക്ക് ബ്ലാക്ക് വണ്ടി കണ്ടപ്പം ആ ഒരു എക്സ്ട്രാ എടുത്ത് നിൽക്കുന്ന പോലത്തെ ഒരു സംഭവം തോന്നിയില്ല. അത് ഈ വൈറ്റ് വണ്ടിയിൽ അങ്ങനെയല്ല. വൈറ്റ് വണ്ടി കണ്ടപ്പോൾ കുറേ പേര് എവിടേക്കോ ഒരു അൾട്രോസിൻ്റെ ലുക്ക് ഉണ്ടെന്ന് പറഞ്ഞു. ശരിയാണ്, ഈ ഒരു ഡിസൈൻ പാറ്റേൺ എവിടേക്കോ ഒരു അൾട്രോസിൻ്റെ ഒരു ഓർമ്മ കാണുമ്പോൾ തോന്നുന്നുണ്ട്. പക്ഷേ എന്തായാലും ഈ വണ്ടിയുടെ ഡിസൈൻ നമ്മൾ ഇങ്ങനെ എടുക്കുമ്പം ഇങ്ങനെ ഒറ്റൊരു പാനലായിട്ട് തോന്നുള്ളൂ വൈറ്റ് വണ്ടിയിൽ. പക്ഷേ താഴത്തെ ഡിസൈൻ എലമെൻറ്റ്സ് എല്ലാം കറക്റ്റായിട്ട് കാണാം. അത് ബമ്പറിൻ്റെ അവിടെ നമുക്കൊരു ബ്ലാക്ക് സ്പോട്ടി ആയിട്ടുള്ള ഒരു എലമെൻറ്റ് കൊടുത്തിട്ടുണ്ട്. താഴത്ത് നമുക്ക് സിൽവർ സ്കിറ്റ് പ്ലേറ്റ്സ് ഒക്കെ അവൈലബിൾ ആണ്. താഴത്ത് വേറൊരു എയർ ഡാം പോലെ ഒരു കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ടിലും നമുക്ക് ടോപ്പ് പോർഷനിൽ എയർ ഡാം തന്നെയാണ് കിട്ടുന്നത്. ആൻഡ് ഇതിൻ്റെ DRLs വരുന്നത് അഗൈൻ അവിടെ കുറേ അൾട്രോസിൻ്റെ സിമിലാരിറ്റി ഉണ്ട്. നമുക്ക് മുകളിൽ കണക്റ്റഡ് ആയിട്ടുള്ള ഒരു DRL എലമെൻ്റ് ആണ് ഹോണ്ട കൊടുത്തിരിക്കുന്നത്. പൊതുവേ ഇവർ അങ്ങനത്തെ ഒരു പരിപാടി ചെയ്യാത്തതാണ്. വെറുതെ കാണുമ്പോൾ എല്ലാവരും ട്യൂബ്ലൈറ്റ് എന്നാണ് വിളിക്കാറുള്ളത്. ഇനിയിപ്പോൾ ഈ വണ്ടിയും ഏകദേശം ആ ഒരു ഡിസൈൻ പാറ്റേണിലേക്ക് തന്നെ വന്നിട്ടുണ്ട്. ഇത് പക്ഷേ അങ്ങനെ ഒരു മൊത്തം ഒരു കണ്ടിന്യൂസ് ആയിട്ട് സ്ട്രിപ്പായിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിലും സ്പ്ലിറ്റ് ഹെഡ് ലാംപ്സ് അല്ല, അതുകൊണ്ട് അങ്ങനെ കുറ്റം പറയണമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നാലും ആ ഒരു സംഭവം ഇതിനകത്തുണ്ട്. ഇനി വെർട്ടസും അതുപോലെ സിറ്റിയും നമ്മൾ സൈഡ് ബൈ സൈഡ് ഡിസൈൻ നിങ്ങൾക്ക് ഇവിടെ കമ്പയർ ചെയ്ത് നോക്കാം എങ്ങനെയാണുള്ളതെന്ന്. വെർട്ടസ് കുറച്ചുകൊണ്ട് കൺവെൻഷണൽ സെഡാൻ ടൈപ്പ് ഡിസൈൻ തന്നെയാണ്. സിറ്റി നമുക്കൊരു ഇത്തിരി കൂടി സ്പോർട്ടി ആയിട്ടുള്ളൊരു ഡിസൈനായിട്ട് എനിക്ക് പുതിയ വണ്ടി കണ്ടപ്പോൾ തോന്നി. ഇത് ഓക്കെ, നിങ്ങളുടെ അഭിപ്രായം എന്താണ് താഴെ കമൻസിൽ പറഞ്ഞേക്കാം. ഇതാണ് ഫ്രണ്ട് ഡിസൈൻ നമുക്ക് പറയാൻ പറ്റുന്നത്. ഇനി സൈഡ് ഡിസൈനിലേക്ക് വരികയാണെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കിതിൻ്റെ ലെങ്ത്തും ഡയമെൻഷൻസും കാര്യങ്ങളെല്ലാം എക്സാക്ട്ലി സെയിം ആണ്. പ്രത്യേകിച്ച് വലിയ വ്യത്യാസമൊന്നുമില്ല. ഡോറിൻ്റെ ഡിസൈൻ, ഹാൻഡിൽസ് ആയിക്കോട്ടെ, ഷാർക്ക് ഫിൻ ഹാൻഡിനൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു ഡിസൈൻ വ്യത്യാസമുള്ളത് അലോയ്സിൻ്റെ കാര്യത്തിലാണ്. സംഭവം 16 ഇഞ്ചൊക്കെ തന്നെയായിരിക്കും. ഈ സെഗ്മെൻറ്റിൽ പൊതുവെ 16 ഇഞ്ച് കിട്ടാറുള്ളൂ. അത് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ അത് ഒരു ഡയമണ്ട് കട്ട് പാറ്റേൺ, അതിൻ്റെ ഒരു ഡിസൈനിങ്ങിൽ വ്യത്യാസം കൊടുത്തിട്ടുണ്ട്. ഭയങ്കര സ്പോർട്ടി ട്രിമ്മായിട്ടും അങ്ങനെ ഭയങ്കര എക്സൈറ്റിംഗ് അലോയ്സ് ആയിട്ടും തോന്നിയില്ല. പക്ഷെ എന്തായാലും ഇപ്പോഴത്തെ വണ്ടികൾ വരുന്ന മറ്റേ എയറോ ഇൻസേർട്സ് ഉള്ള അലോയ്സ് ഒക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ബെറ്റർ ആണ്. അതല്ലാതെ സൈഡിൽ കുറച്ച് വീടായിട്ട് കാണാൻ പറ്റുന്ന ലെഫ്റ്റ് സൈഡിൽ 2 ക്യാമറയാണ്. അതെന്തിനാണ് ഇപ്പോൾ 2 ക്യാമറ എന്നായിരിക്കും നിങ്ങൾ ആലോചിക്കുന്നത്. ഒന്ന് ലൈൻ വാച്ച് ക്യാമറയാണ് താഴത്ത് വരുന്നത്, അതായത് ഏറ്റവും താഴത്ത് വെക്കുന്ന മിററിന് താഴെ കൊടുത്തിരിക്കുന്ന 360 ഡിഗ്രി ക്യാമറയ്ക്ക് വേണ്ടിയാണ്. എന്തിനാണ് അപ്പോഴും 2 ക്യാമറ രണ്ടും കൂടെ പറഞ്ഞത് ചെയ്താൽ പോരെന്നായിരിക്കും നിങ്ങൾ ആലോചിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇതിനകത്ത് ഒരു 360 ഡിഗ്രി ക്യാമറ കൊടുക്കാൻ പോകുന്ന ഒരു ഡീലർ ലെവൽ ഫിറ്റ്മെൻ്റ് ആയിട്ട് ആയിരിക്കണമെന്ന്. കാരണം എൻ്റെ ഫ്രണ്ട് ഈ അടുത്തൊരു എലവേറ്റ് എടുത്തായിരുന്നു. സോ അതിൻ്റെ അകത്ത് ഇതുപോലെ 2 ക്യാമറയുടെ സെറ്റപ്പ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഹോണ്ട മിക്കവാറും ലൈൻ വാച്ച് ക്യാമറ ആയിരിക്കും വെച്ച് കൊടുക്കുന്നത്. പക്ഷേ അതിൻ്റെ കൂടെ ഈ എക്സ്ട്രാ ക്യാമറയും കൂടെ വരുമ്പോഴാണ് 360 ഡിഗ്രി ക്യാമറ ആവുള്ളൂ. അങ്ങനെയാണ് ഈ ഒരു സെറ്റപ്പ് അവർ കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ ക്ലാരിറ്റി ആണെങ്കിലും അത്ര ഭയങ്കര ഗംഭീരമൊന്നും അല്ല. 2010-15 കാലത്തിലൊക്കെ ഉള്ള പോലത്തെ ക്യാമറയുടെ റെസൊല്യൂഷനൊക്കെയാണ് വന്നിരിക്കുന്നത്. അന്ന് 360 ക്യാമറ ഇല്ല, പക്ഷേ സ്റ്റിൽ നമുക്ക് ആ ഒരു സമയത്തെ റെസൊല്യൂഷൻ പോലെയൊക്കെ തോന്നുള്ളൂ ഇതിൻ്റെ ക്ലാരിറ്റി. പിന്നെ ആസച്ച് കുറ്റം പറയാൻ പറ്റില്ല, കാരണം ഈ സെഗ്മെൻറ്റിൽ സ്ലാവയിലായാലും വെർട്ടസിലായാലും രണ്ടിലും നമുക്ക് ഡീലർ ലെവൽ ഫിറ്റ്മെൻ്റ് ആയിട്ട് തന്നെയാണ് കിട്ടുന്നത്. ആകപ്പാടെ കമ്പനിയിൽ നിന്ന് വരുന്ന നല്ല ക്യാമറ ഉള്ളത് വെർണയിൽ മാത്രമേ ഉള്ളൂ. ഫീച്ചേഴ്സിൻ്റെ കാര്യത്തിൽ ഇപ്പോഴും വെർണ തന്നെയാണ് കുറച്ചുകൂടി മുന്നിൽ നിൽക്കുന്നതെന്ന് പറയാം. എന്തായാലും നമ്മുടെ റിയർ ഡിസൈൻ വരുന്നത് ഈ ഒരു പാറ്റേണിലാണ്. ഇതിപ്പോൾ ബ്ലാക്ക് വണ്ടിയും കൂടെ ആയതുകൊണ്ട് ആ സ്മോക്ക് ഡൗട്ട് ടെയിൽ ലാംപ്സും അതുപോലെ ഒരു മോണോക്രോമാറ്റിക് ഡിസ്പ്ലേ, മോണോക്രോമാറ്റിക് ടെയിൽ ലാംപ്സ് പോലത്തെ ഒരു ഫിനിഷിംഗ് വരുമ്പോഴേക്കും അത്യാവശ്യം ജെല്ലായിട്ടങ്ങ് പോകുന്നുണ്ട്. ആൻഡ് അത് കാണുമ്പോഴാണെങ്കിലും സ്മോക്ക് ഡൗട്ട് ആണ്. പിന്നെ നമുക്ക് വേറെ റെഡ് എലമെൻറ്റ്സ് ഒന്നും അതിൻ്റെ അകത്ത് വരുന്നില്ല. പക്ഷേ LED ലൈറ്റ്സ് ആണ് ബാക്കിൽ കൊടുത്തിരിക്കുന്നത്. ആക്ച്വലി അകത്തുള്ള ഡിസൈൻ എലമെൻറ്റ്സിലെ കാര്യത്തിലൊന്നും വേറെ വ്യത്യാസമില്ല. ലൈറ്റ്സിൻ്റെ കാര്യത്തിൽ നമുക്ക് എസ്തെറ്റിക്സിൻ്റെ കാര്യത്തിൽ ഒരു മൊത്തം ബ്ലാക്ക് ഔട്ട് ചെയ്തിട്ടുണ്ടെന്നേ ഉള്ളൂ. പിന്നെ ഒരു ചെറിയ സട്ടിൽ ആയിട്ടുള്ള സ്പോയിലർ കൊടുത്തിട്ടുണ്ട്. സിറ്റിയുടെ ബാഡ്ജിങ് ഉണ്ട്. താഴത്തെ ബമ്പർ ഡിസൈൻ അഗൈൻ മൊത്തമായിട്ട് മാറ്റി, റിഫ്ലക്ടേഴ്സിൻ്റെ പൊസിഷൻ മാറി. അങ്ങനെ അവിടെ നമുക്ക് വ്യത്യാസമുണ്ട്. ഇതിപ്പോൾ വൈറ്റ് വണ്ടി എടുക്കുകയാണെങ്കിൽ അതിനകത്ത് കുറച്ചുകൂടി ഡിഫറൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ടെയിൽ ലാംപ്സ് കത്തിയിരിക്കുന്ന ഒരു ലുക്കും അതുപോലെ ബാക്കിൽ താഴത്ത് വരുന്ന ഒരു ബ്ലാക്ക് എലമെൻറ്റ്സും വൈറ്റ് വണ്ടി വേറെ ഏത് കളറാണെങ്കിലും നമുക്ക് ഈ ഒരു പാറ്റേണിലാണ് കിട്ടുന്നത്. ആൻഡ് അഗൈൻ കാണാൻ ബാക്കിലത്തെ ഡിസൈൻ അത്ര മോശമല്ലായിരുന്നു. ഇതും അങ്ങനെ ഭയങ്കരമായിട്ട് ഒരു ചേഞ്ചസ് വരുത്തിയിട്ടില്ലെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല എന്നാണ് എനിക്ക് തോന്നിയത്. ഇനി ഇൻറ്റീരിയറിൻ്റെ കേസിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ ഡാഷ്ബോർഡ് ലേഔട്ടോ കാര്യങ്ങളോ ഒന്നും മാറ്റിയിട്ടില്ല. എന്തായിരുന്നു നേരത്തെ ഉണ്ടായിരുന്നത് അത് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ആകപ്പാടെ ചേഞ്ച് പറയാൻ പറ്റുന്നത് നമുക്കൊരു പുതിയ സ്ക്രീൻ വന്നിട്ടുണ്ട്. പക്ഷേ അത് കാണുമ്പോൾ ഭയങ്കര ആഫ്റ്റർ മാർക്കറ്റ് ലുക്ക് ഉണ്ട്. നേരത്തെ സിറ്റിയിൽ 8 ഇഞ്ച് ആയിരുന്നു, അത് കറക്റ്റ് AC യൂണിറ്റ്സിന് നടുവിലായിട്ട് ഇരിക്കുമായിരുന്നു. ഇതിപ്പോൾ അവർ ആഫ്റ്റർ മാർക്കറ്റ് ഇങ്ങനെ പുറത്തേക്ക് തള്ളി നിൽക്കുന്ന പോലത്തെ കുറച്ചൊരു മുകളിലേക്ക് തള്ളി നിൽക്കുന്ന പോലത്തേക്ക് ഒരു സ്ക്രീൻ വേറെ എടുത്ത് വെച്ച പോലെ ഉണ്ട്. അതൊന്നും മര്യാദയ്ക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്തിരുന്നെങ്കിൽ കുറച്ചും കൂടി ഒരു OEM+ ലുക്ക് കിട്ടിയേനെ. എന്തായാലും ഹോണ്ടയുടെ തന്നെ സ്ക്രീനാണ്, അതുകൊണ്ട് അത് വേറെ പറയാനൊന്നുമില്ല. പക്ഷേ ഡാഷ്ബോർഡ് ലേഔട്ടൊക്കെ സെയിം ആണ്. അതൊന്നും വേണമെങ്കിൽ ചെറുതായിട്ടൊന്ന് മാറ്റി പിടിക്കായിരുന്നു. ഫേസ് ലിഫ്റ്റ് ആയതുകൊണ്ടായിരിക്കും അങ്ങനെ ഒരുപാട് മാറ്റം വരുത്താതിരുന്നത്. നമുക്ക് സ്റ്റിയറിങ്ങിന് ഡിസൈൻ എല്ലാം സെയിം തന്നെയാണ് കിട്ടുന്നത്. അതിൻ്റെ അകത്ത് നമുക്ക് എഡാസിൻ്റെ കണ്ടു ലെവൽ 2 എഡാസ് ഈ വണ്ടിയിൽ ഇപ്പോഴും വരുന്നുണ്ട്. പിന്നെ പുഷ് ബട്ടൺ സ്റ്റാർട്ട് ഉണ്ട്. അവർ ഇൻസ്റ്റന്റ് ക്ലസ്റ്റർ മാറ്റിയിട്ടില്ല, ഇൻപുട്ടിംഗ് സിസ്റ്റം മാത്രമേ മാറ്റിയിട്ടുള്ളൂ.
ക്ലസ്റ്റർ പിന്നെ അഗൈൻ എനിക്കിതങ്ങനെ മാറ്റണമെന്ന് വലിയതായിട്ട് തോന്നിയിട്ടില്ല. നമുക്ക് സ്പീഡോമീറ്റർ വരുന്ന അനലോഗാണ് ആൻഡ് ടാക്കോമീറ്ററും ലെഫ്റ്റ് സൈഡിലായിട്ട് നമുക്ക് ഒരു 7 ഇഞ്ച് ഡിസ്പ്ലേയും വരുന്നുണ്ട്. സോ അത് അതുപോലെ തന്നെ റീറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ടാക്കോമീറ്ററിലെ സാധനങ്ങളെല്ലാം നമുക്ക് ഡിജിറ്റലായിട്ടാണ് കിട്ടുന്നത്. ആൻഡ് ഇതിൻ്റെ അകത്ത് ഇങ്ങനെ കുറ്റം പറയാൻ എനിക്കും തോന്നിയിട്ടില്ല. നിങ്ങൾക്ക് എന്താണ് പറയുന്നത് താഴെ കമൻസിൽ പറഞ്ഞാൽ മതി. അതല്ലാതെ നമുക്ക് കുറച്ച് എക്സ്ട്രാ ഫീച്ചേഴ്സ് ഉണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ ഈ എ സിയുടെ പാനൽ മാറ്റിയിട്ടില്ല. ഓട്ടോ എ സി ഒക്കെ ഇപ്പോഴും സിംഗിൾ സോൺ തന്നെയാണ്. പക്ഷേ അതിൻ്റെ അകത്ത് ഫിനിഷിംഗ് ഒക്കെ പണ്ടേ നല്ലതായിരുന്നു. ഒരു നേൾ ഫിനിഷിംഗ്, അതുപോലെ തിരിക്കുമ്പോൾ നല്ലൊരു ഫീലൊക്കെ കിട്ടുമായിരുന്നു. പക്ഷേ വെന്റിലേറ്റഡ് സീറ്റ്സ് അവർ ഇപ്രാവശ്യം ആഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു ബട്ടൺ നിങ്ങൾക്ക് അവിടെ കാണാം. എ സിയുടെ കൺട്രോൾസിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അല്ലാണ്ട് ഇൻഫോർട്ടൈൻ സിസ്റ്റത്തിലേക്ക് പോയിട്ട് വേറെ ഓൺ ചെയ്ത് ഓഫ് ചെയ്യേണ്ട പരിപാടിയൊന്നും വരുന്നില്ല. ഫ്രണ്ടിലത്തെ 2 സീറ്റ്സിൽ തന്നെയാണ് നമുക്ക് വെന്റിലേറ്റഡ് സീറ്റ്സിൻ്റെ ഓപ്ഷനിൽ കൊടുത്തിരിക്കുന്നത്. വളരെ നല്ല കാര്യം. വെന്റിലേറ്റഡ് നമുക്ക് വെർട്ടസിനും സ്ലാവിയയിലും വെർണയിലും ഒക്കെ കിട്ടുന്നുണ്ട് ഇപ്പോൾ ഇത്. അതല്ലാതെ ഇവർക്ക് മിസ് ഔട്ടായി പോയി എന്ന് എനിക്ക് തോന്നിയത് ഇലക്ട്രിക് സീറ്റ്സ് ആണ്. അറ്റ്ലീസ്റ്റ് ഡ്രൈവർ സൈഡിലെങ്കിലും. വെർണയിൽ നമുക്ക് ഡ്രൈവർ സൈഡിൽ കിട്ടുന്നുണ്ട്. വെർട്ടസിനും സ്ലാവിയയിലും ഫ്രണ്ടിലത്തെ 2 സീറ്റ്സും ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റബിൾ ആണ്. സിറ്റി എന്തായാലും ഇപ്പോഴും ആ ഒരു രീതിയിലേക്ക് പോയിട്ടില്ല. നമുക്ക് മാനുവൽ അഡ്ജസ്റ്റ്മെൻറ്റ് തന്നെയാണ് വരുന്നത്. ഇതൊന്നും പിന്നെ ഭയങ്കര സെഗ്മെൻറ്റിൽ എക്സ്ക്ലൂസീവായിട്ട് ബാക്കി വണ്ടികൾ കൊടുക്കുന്നുണ്ടെന്ന് പറയാൻ പറ്റുള്ളൂ. ഭയങ്കര യൂസ്ഫുൾ ആണെന്നൊക്കെ ചോദിച്ചാൽ അല്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എന്തായാലും കീൻ്റെ ഡിസൈൻ ഇങ്ങനെയൊക്കെ തന്നെയാണ് വരുന്നത്. വലിയ വ്യത്യാസമൊന്നുമില്ല. പുഷ് ബട്ടൺ സ്റ്റാർട്ടിലുണ്ട്. നമുക്ക് ഇതിൻ്റെ അകത്ത് വേറെ എക്സ്ട്രാ ഞെക്കി തുറക്കാൻ പറ്റുന്ന ഫ്ലിപ്പ് കീ ഒന്നുമല്ല. അതിൻ്റെ അകത്ത് തന്നെയാണ് നമ്മുടെ കീയുടെ മറ്റേ സംഭവം കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഇതിനകത്ത് വരാൻ പോകുന്ന ചേഞ്ചസിൻ്റെ കാര്യത്തിൽ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടി കാണുമായിരിക്കും. അധികം സമയമൊന്നുമില്ല. ഈ വരുന്ന മെയ് 22 തീയതിയാണ് ഈ വാഹനത്തിൻ്റെ ലോഞ്ച് അവർ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഹോണ്ട പറഞ്ഞ പോലെ തന്നെ ഡീലർഷിപ്പിലൊക്കെ ഇപ്പോൾ വണ്ടികൾ എത്തി തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ലോഞ്ചിന് മുന്നേ നമുക്ക് ഈ വണ്ടികളെല്ലാം ഇപ്പോൾ ലീക്കായിട്ട് കംപ്ലീറ്റ് ക്യാമഫ്ലാജ് ഒന്നും ഇല്ലാതെ കിട്ടിയിരിക്കുന്നത്. ഇതിൻ്റെ റെൻഡേഴ്സാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിനകത്ത് കണക്റ്റഡ് DRL ഇല്ലാതെ ബാക്കി എല്ലാ സംഭവങ്ങളും അത്യാവശ്യം ആക്യുറേറ്റ് ആണ്. ആൻഡ് മെയ് 22 സിറ്റി മാത്രമല്ല, ഒരു പുതിയ ZR-V ഇമ്പോർട്ട് ചെയ്ത് വരുന്ന വണ്ടിയും ഇവിടെ കൊണ്ടുവരുന്നതിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഇതുവരെ അങ്ങനെ പ്രോപ്പറായിട്ട് ലീക്കായിട്ടില്ല. അതിപ്പോൾ ലീക്കാവേണ്ട ആവശ്യമില്ല. കാരണം പുറത്തെന്താണോ ഡിസൈൻ ഉള്ളത് അത് തന്നെയാണ് നമുക്ക് ഇവിടെ കിട്ടാൻ പോകുന്നത്. ഫുള്ളി ഇമ്പോർട്ടഡ് ആയിട്ടാണ് വരുന്നത്. അതുകൊണ്ട് പ്രൈസ് മിക്കവാറും ഒരു 10-40-50 ലക്ഷം രൂപയുടെ അടുത്തെങ്കിലും കാണുമായിരിക്കും. ആ പ്രൈസ് പോയിന്റിലെ വണ്ടി വർത്താണോ ആരെങ്കിലും വാങ്ങുമെന്നുള്ളത് നമ്മൾ കണ്ടറിയേണ്ടി വരും. പക്ഷേ ഈ വണ്ടി, അതായത് പുതിയ ജനറേഷനല്ല, പുതിയ ഫേസ് ലിഫ്റ്റ് സിറ്റി ഹോണ്ടയ്ക്ക് ഇപ്പോൾ നിലവിൽ ഒരു ഡു ഓർ ഡൈ സിറ്റുവേഷനിൽ നിൽക്കുന്ന വണ്ടിയാണെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. അവർക്ക് എലവേറ്റ് ഉണ്ട്. പക്ഷേ എലവേറ്റ് അവർ ഇറക്കിയ സമയം തന്നെ കുറച്ച് മാറിപ്പോയി. അത് കുറച്ച് മുന്നേ ഇറക്കേണ്ട ഒരു വണ്ടിയായിരുന്നു. അവർ പിന്നെ 2024 ആ ഒരു സമയത്ത് ഇറക്കിയപ്പോഴാണെങ്കിലും അധികം ഫീച്ചേഴ്സ് ഇല്ല, വെന്റിലേറ്റഡ് സീറ്റ്സ് ഇല്ല, പാനോറമിക് സൺറൂഫ് ഇല്ല, അങ്ങനെയൊക്കെ പറഞ്ഞ് ആ സെഗ്മെൻറ്റിലെ ബാക്കി വണ്ടികളെല്ലാം ഒരുപാട് മുന്നിലേക്ക് പോയി. പക്ഷേ എലവേറ്റഡ് ആവറേജ് ലെവലിലാണ് നിന്ന് ഫീച്ചേഴ്സിൻ്റെ ഓർ എക്യുപ്മെൻറ്റ്സിൻ്റെ കാര്യത്തിൽ. അതാണ് ആ വണ്ടിയെ താഴ്ത്തി കിട്ടിയത്. എന്തായാലും ഇതിൻ്റെ കേസിൽ ഇപ്പോൾ നമുക്ക് കുറച്ചും കൂടെ എക്യുപ്മെൻറ്റ്സ് ഉണ്ട്. ആൻഡ് ഡിസൈനൊക്കെ ആണെങ്കിലും കുറച്ചൊരു ഫ്രഷ് ആയിട്ടുള്ള ലുക്കിലാണ് ഈ വണ്ടി വരുന്നത്. അതുകൊണ്ട് ഇനി ഇതെങ്കിലും സെയിൽസിൻ്റെ കാര്യത്തിൽ കുറച്ചുകൊണ്ട് ഒന്ന് പിക്കപ്പ് ചെയ്യേണ്ടതാണ്. എന്താവും എന്ന് നമുക്ക് കണ്ടറിയാം. പുതിയ അമേസൊക്കെ വരെ ഇറക്കിയപ്പം വലിയ കുഴപ്പമില്ലാത്ത റെസ്പോൺസാണ് ഇപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇനി ഇതുപോലെ തന്നെ എലവേറ്ററിലും തീർച്ചയായും ഒരു അപ്ഡേറ്റിൻ്റെ ആവശ്യമുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ജനറേഷൻ അപ്ഡേറ്റ് വരെ പോകുന്നത് 2028 അപ്പോൾ കംപ്ലീറ്റ് പ്ലാറ്റ്ഫോം കാര്യങ്ങളൊക്കെ മാറി ഒരു വളരെ വ്യത്യസ്തമായിട്ടുള്ള വണ്ടിയായിരിക്കും കിട്ടുന്നത്. അതിന് മുന്നേ അവരിതിൻ്റെ മാർക്കറ്റിൽ നിന്ന് സസ്റ്റെയിൻ ചെയ്യാൻ വേണ്ടിയാണ് ഇങ്ങനൊരു ഫേസ് ലിഫ്റ്റ് ഇപ്പോൾ ഇറക്കിയിരിക്കുന്നത്. എനിവേ ഗൈസ്, നിങ്ങളുടെ എക്സിസ്റ്റിംഗ് വാഹനത്തിന് എന്തെങ്കിലും ആക്സറീസ് ക്ലീൻ പ്രൊഡക്ട്സ് ഒക്കെ വേണമെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷനിലെ പ്രൊഡക്ട്സ് ടാഗ് ചെക്കൗട്ട് ചെയ്തേക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്കും സബ്സ്ക്രൈബും ഷെയർ ഒക്കെ ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.